പല ക്രൈസ്തവ സഹോദരങ്ങൾ ചോദിക്കാറുണ്ട് ഓണം ആഘോഷിക്കുന്നത് നല്ലതാണ്. ഈ അടുത്ത ചില വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ ചോദ്യം ക്രൈസ്തവ അതരങ്ങളിൽ നിന്ന് ഉയർന്നു വരുവാൻ തുടങ്ങിയിട്ട്. ഓണം അടുക്കുമ്പോഴത്തേക്ക് ക്രിസ്ത്യാനികളായവർക്ക് ഭയങ്കര സംശയമാണ്. ചോദ്യത്തോടെ ചോദ്യം. എന്താണ് ആ ചോദ്യമെന്നല്ലേ? ക്രിസ്ത്യാനികൾക്ക് ഓണം ആഘോഷിക്കാമോ? ഈ ചോദ്യത്തിന് അച്ഛന്റെ മറുപടിയല്ല, അച്ഛന്മാരുടെ മറുപടി തന്നെ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ അന്നും ഇന്നും ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദേശീയ ഉത്സവമാണ് ഓണം. ക്രിസ്ത്യാനികൾക്ക് ഓണം ആഘോഷിക്കാം. ദിവാലികത്തിന്റെ വിഗ്രഹങ്ങളോട് എന്തോ ഒരു യോഗ്യത. പ്രസംഗിച്ച പുള്ളിക്കും തെറ്റില്ല. പുള്ളി പറഞ്ഞു എന്തൊരു യോഗ്യത. യാക്കോബായ സമുദായത്തിൽ ജനിച്ചു വീണ ഞങ്ങൾക്ക് തീരെ ചെറുപ്പമായിരുന്ന കാരണം ഓണം ആഘോഷിച്ചൊന്നും ഞങ്ങളുടെ ഓർമ്മയിലില്ല. വളർന്നപ്പോഴത്തേക്കും ഞങ്ങൾ പെന്തക്കോസിലായി. പെന്തക്കോസിൻ്റെ തുടക്കത്തിലാണ് ഏതോ ഒരു പ്രാവശ്യം മാത്രം അത്തപ്പൂ ഇട്ടത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെന്തക്കോസിൻ്റെ കഠിന ഉപദേശം പഠിപ്പിക്കുന്ന സഭയിലായിരുന്ന കാരണം ഓണമൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി. അന്നു മുതൽ ഓണം ഞങ്ങൾ മാറ്റിവെച്ചതാണ്. ഇന്നും ഞങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒരു സംശയമില്ല. എന്നാൽ ഇന്നത്തെ തലമുറകൾ ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തവരായി വളരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടു മനസ്സിലാക്കിയിരിക്കുന്നത്. പെന്തക്കോസ്തുകാരും ഓണം ആഘോഷിക്കുന്നവരല്ല എന്നുള്ളത് പറയാൻ വരട്ടെ. ചിലപ്പം വീട്ടിൽ ഊഞ്ഞാലിട്ടില്ല, വള്ളംകളി കാണാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെങ്കിൽ ഓണസദ്യ നന്നായിട്ട് കഴിച്ചിട്ട് സഭായോഗം വന്ന് കൂടിയ വിശ്വാസികളെ എനിക്കറിയാം. ഇവരാരും പുതിയ വിശ്വാസികളോ അല്ലെങ്കിൽ മാല പെന്തക്കോസ്തുകാരോ ഒന്നുമല്ല. തനി പെന്തക്കോസ്ത് പാരമ്പര്യം പറയുന്ന സോ കോൾഡ് പെന്തക്കോസ്തുകാർ ഓണസദ്യ കഴിച്ചിട്ട് വന്ന സഭായോഗം കൂടിയെന്ന് പറയാൻ പറ്റത്തില്ല. ഏതോ ഒരു മൂലയ്ക്കിരുന്ന് നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് പോയവർ. ഓണസദ്യ കഴിഞ്ഞിട്ട് സഭയിലേക്ക് വരാൻ പോലും ആഗ്രഹമില്ലാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയ വിശ്വാസികളെയും ഞങ്ങൾക്കറിയാം. ഇങ്ങനെ ഒരുമാതിരി കോക്ടെയിൽ പെന്തക്കോസ്തായിട്ട് ജീവിക്കുന്ന അനേകർ ഇന്ന് പെന്തക്കോസ്റ്റിൻ്റെ ഇടയിലുണ്ട്. ഇത് തെറ്റാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അവർ പാസ്റ്റർമാരോട് ചോദിക്കാനും പോകാറില്ല ഓണം ഞങ്ങൾക്ക് ആഘോഷിക്കാമോ ഇല്ലയോ എന്നുള്ളത്. ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സമുദായത്തിലുള്ളവർ അവർക്കത് ഒരു മനസ്സിലൊരു കുത്തൽ തോന്നിയിട്ടായിരിക്കാം അവർ അച്ഛന്മാരോട് ചോദിച്ചത്. പണ്ട് കാലത്ത് ഇതൊരു ചോദ്യമല്ലായിരുന്നു. എല്ലാവരും ആഘോഷിക്കുന്നു, അത് കേരളത്തിൻ്റെ ഉത്സവമായി കണ്ട് അവർ അതിൻ്റെ ഭാഗമായി തീരുന്നു എന്ന് മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇന്ന് ചോദ്യങ്ങൾ ഉയരുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാരായവർ ശബ്ദം ഉയർത്തുവാൻ തുടങ്ങി. കാരണം നമ്മുടെ ചുറ്റുപാടുള്ള ക്രിസ്ത്യാനികൾ ഈ ഓണം ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വസ്ത്രവും അതിൻ്റേതായ രീതിയിൽ ചേർന്ന് നിന്നുകൊണ്ട് അവർ ആഘോഷിക്കുന്നത് കണ്ട് ചില പെന്തക്കോസ്തുകാർ അങ്ങൊന്നും ഇങ്ങൊന്നുമൊക്കെ ശബ്ദം ഉയർത്താൻ തുടങ്ങി. ക്രിസ്ത്യാനികൾക്ക് ഇത് ആയിക്കൂടാ എന്നുള്ള ശബ്ദം പുറത്തു വന്നപ്പോഴാണ് അച്ഛന്മാരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങിയത്. അങ്ങനെ അച്ഛന്മാർക്ക് യാതൊരു സംശയവുമില്ല, ഇത് ആഘോഷിക്കാം, ദേശീയ ഉത്സവമായിട്ട് ആഘോഷിക്കാം എന്നുള്ളതാണ് അവർ തൻ്റെ കുഞ്ഞാടുകളെ പഠിപ്പിക്കുന്നത്. എന്നാൽ പെന്തക്കോസ്തിൻ്റെ കുഞ്ഞാടുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നൊരു കാര്യമുണ്ട്. അതുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. കാരണം പലരും പറയുന്നുണ്ട് ഇത് വിഗ്രഹാരാധനയാണ്, അത് പള്ളികളിൽ ആഘോഷിക്കാൻ പാടില്ല. മുസ്ലിം സഹോദരങ്ങൾ ഈ ഇടയ്ക്ക് ഒരു കമന്റ് പലതും വന്നത് നമ്മൾ കണ്ടു. വാർത്തയായി അവർക്ക് ഓണം ആഘോഷിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ഈ ഓണാഘോഷത്തെ നോക്കി കാണുന്നത്? ഉറപ്പായിട്ടും ഇതിനൊരു ഉത്തരവുണ്ട്. അച്ഛന് യാതൊരു സംശയവുമില്ല, ഓണം ആഘോഷിക്കാം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അച്ഛൻ ധൈര്യത്തോടെ ഓണം ആഘോഷിക്കുമ്പോൾ അവരുടെ കുഞ്ഞാടുകൾക്ക് എന്തുകൊണ്ടത് ആഘോഷിച്ചുകൂടാ? പോകുന്നിടത്തെല്ലാം ആ മലയാളി തനിമ നിലനിർത്തിക്കൊണ്ട് ഓണം ആഘോഷിക്കുന്നതാണ് ഞങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തികച്ചും അത് ജഡത്തിൻ്റെ ബുദ്ധിയിൽ നിന്ന് പറയുന്നതാണെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം അതിന് പറയുന്ന ന്യായങ്ങൾ ഹിന്ദുക്കളായ സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ ഉത്സവത്തിൽ ചേർന്ന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഉത്സവത്തോട് ചേർന്ന് നിന്ന് അവരോട് സഹകരിക്കുന്നു, അവരോട് സൗഹൃദം കാണിക്കുന്നു, അവരോട് ഐക്യത സൂക്ഷിക്കുന്നു, വർഗീയത കലർത്താതെ ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് തികച്ചും ജഡത്തിൻ്റെ ബുദ്ധിയിൽ നിന്ന് പറയുന്നു എന്ന് തന്നെ തറപ്പിച്ച് പറയുവാൻ കഴിയും. ഇനിയും ഉണ്ട് അച്ഛൻ്റെ ന്യായങ്ങൾ, നമുക്ക് കേൾക്കാം. കാരണം ഇത് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ്, കേരളത്തിന്റെ സാംസ്കാരിക ആഘോഷമാണ്. ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഓണം. എന്നാൽ അതേസമയം തന്നെ അതിന് ഹൈന്ദവ മതത്തിൻ്റെതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ലല്ലോ. ആരാധന മാറ്റി നിർത്തിയാൽ ആഘോഷങ്ങൾ പൂർണ്ണമായും അവയുടെ ഭാഗമാകാനായിട്ട് നമുക്ക് സാധിക്കും. വള്ളംകളി, അതുപോലെ വടംവലികൾ, പുലിക്കളി, അതുപോലെ ഊഞ്ഞാലാട്ടം, അങ്ങനെ തുടങ്ങി എന്തുമാത്രം മനോഹരമായിട്ടുള്ള ഓണത്തിന്റെ ഓർമ്മകൾ നമുക്കുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വർഗീയത കലർത്തരുത്. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്നുള്ളത്. അതിനെ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഓണം ആഘോഷിക്കാനായിട്ട് പരിശ്രമിക്കുക. ഇങ്ങനെയൊരു സ്ഥലം എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ കേരളം മാത്രമായിരിക്കും. കാരണം ജാതി മതഭേദമന്യേ സന്തോഷത്തോടെ സമാധാനത്തോടെ ഓണത്തിന്റെ സന്ദേശം തന്നെ അതാണ്. കള്ളവുമില്ല, ചതിയുമില്ല, അതുപോലെ ലോകമെങ്ങും സമാധാനം നിറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ആഘോഷം. അതിലേക്ക് മതം കലർത്താതെ, വർഗീയ ചിന്തകൾ കലർത്താതെ സന്തോഷത്തോടെ ഈ ഒരു ഓണ ദിനങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. സത്യമറിയാമെങ്കിലും വിളിച്ചു പറയാനുള്ള ഭയമാണോ അതോ ജനത്തെയുള്ള
പേടിയാണോ? എന്താണ് പേടി? സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വേർപെട്ട് ജീവിക്കണം എന്നുള്ളത് മനസ്സിലാക്കി സഭയിലെ ആൾക്കാർ പുറത്തു പോകുമോ എന്നുള്ള ഭയമാകാം. ഇതൊക്കെ കാരണമാണല്ലോ നമ്മൾ സമുദായം വിട്ട് പുറത്തു വന്ന് വേർപെട്ടവരായി ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പെന്തക്കോസ്ത് ഗ്രൂപ്പായി മാറി നിൽക്കുന്നത്. ഇത് നമ്മുടെ മാത്രം ആദർശമല്ല കേട്ടോ, മുസ്ലിങ്ങളായവരും അത് തന്നെയാണ് വിളിച്ചു പറയുന്നത്. ഇച്ചിരി പാട്ട് പാടിയാണെങ്കിലും ഉസ്താദ് പറയുന്നതിൽ സത്യമുണ്ട്. ഓണം എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല. ഹൈന്ദവരെ സ്നേഹിക്കേണ്ടതാ, ക്രൈസ്തവരെ ബഹുമാനിക്കേണ്ടതാ, മറ്റുള്ള മതക്കാരെ ബഹുമാനിക്കേണ്ടതാ. എന്നാൽ ആദർശം വിട്ടുകളിക്കാൻ പാടില്ല. ഇനിയും വെളിപ്പാടിന്റെ കണ്ണുകൾ തുറന്നു കിട്ടിയവർ വചനത്തിന്റെ സത്യങ്ങൾ ആഴങ്ങൾ മനസ്സിലാക്കി വിളിച്ചു പറയുന്ന ചില ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നിങ്ങൾക്കറിയാമോ, എൻ്റെ കൂട്ടുകാരിൽ പലരും എനിക്ക് ഹിന്ദുക്കളാണ് ഉള്ളത്. അവരെ ഞാൻ സ്നേഹിക്കുന്നത് ഓണം ആഘോഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ടല്ല. അവരെ ഞാൻ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നു. അവർക്ക് സത്യം അറിഞ്ഞുകൂടാ, ദൈവവചനത്തിന്റെ സത്യം അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് അറിയാവുന്ന സത്യത്തിൽ നിഷ്കളങ്കമായി ജീവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവരെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ എനിക്ക് സ്നേഹത്തേക്കാൾ കൂടുതലും അവരോട് ബഹുമാനമാണുള്ളത്. കാരണം അവർ ചെറുപ്പം മുതലേ പഠിച്ചു വന്ന ചില ചിട്ടകളുണ്ട്, അവർക്ക് അവരുടേതായ ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശത്തിൽ നല്ല കർശനമായി നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ സൂക്ഷിക്കുന്നു. അതാണ് എനിക്ക് അവരോടുള്ള ബഹുമാനം. എന്നാൽ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അതുമാകാം ഇതുമാകാം, അതും കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒരു വല്ലാത്ത ഇരുട്ടിൽ ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികളെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. എന്നാൽ സത്യങ്ങൾ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി സ്വയം ഉള്ളത്തോടെ ചോദിച്ച് ഈ തെറ്റിൽ നിന്ന് പുറത്തു വരുവാൻ ഇനിയെങ്കിലും കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് കേൾക്കാം. ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാരുടെ പോക്കൻ രീതിയൊക്കെ കണ്ടിട്ട് ഭയം വരിക, സ്തോത്രം, പേടി വരുന്നു. ഇതെവിടെ ചെന്ന് നിൽക്കും, എങ്ങനെ ആകും? കുറേശ്ശെയായി ഓണം ദിവസങ്ങളിൽ അതിനോട് ചേർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും ആൾക്കാർക്ക് മടിയില്ലാതായിരിക്കുന്നു. ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ഒക്കെ കുഞ്ഞുങ്ങൾ അത്തത്തിന് ചിലവെടുക്കുകയും അത്തത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ആ പരിപാടികൾക്ക് പങ്കുകൊള്ളുകയും ചെയ്യുന്നതായും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇവകൾ ക്രൈസ്തവമല്ല എന്നും ദൈവീകമല്ല എന്നും വചനപ്രകാരമുള്ളതല്ല എന്നും കൃത്യമായി തിരിച്ചറിഞ്ഞ് തന്നെ മുൻപിലേക്ക് പോകണം എന്ന വസ്തുത നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ജാതികളോട് ഇട കലരരുത്, അവരുടെ ദേവന്മാരെ സേവിക്കരുത്, അവരുടെ ആചാരങ്ങളെ പിന്തുടരരുത്. ഓണം മാത്രമല്ല, ബക്രീദും റമസാനും ക്രിസ്തുമസും എല്ലാം അതിനോട് ചേർന്ന് വേറെയൊക്കെ ഉണ്ടല്ലോ. ഈസ്റ്റർ ഉണ്ട്, ദുഃഖവെള്ളിയുണ്ട്. ഇവകളെല്ലാം ദൈവമക്കൾക്ക് ഹറാമാണ്. ദൈവമക്കൾക്ക് ഇവകളൊന്നും ചെയ്യേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. ഇവകളെല്ലാം ജാതീയ ആചാരങ്ങളാണ്. ഇവകൾ ജാതീയ ദേവന്മാരുമായി ബന്ധപ്പെട്ടവളാണ്. ഇവകൾക്കൊന്നും വിശുദ്ധ വേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവവുമായിട്ടോ ആ ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയുമായിട്ടോ ബന്ധപ്പെട്ട് ഇവകൾക്ക് യാതൊരു റോളുമില്ല എന്ന വസ്തുത ജനം ദയവായി തിരിച്ചറിഞ്ഞിരിക്കണം. അത്തം എന്നുള്ളത് ഹൈന്ദവ ദേവന്മാരെ പ്രസാദിപ്പിക്കുവാൻ ചെയ്യുന്ന ഇടപാട് തന്നെയാണ്. അന്ന് നടത്തുന്ന ഇലയിൽ നടത്തുന്ന സമ്പൂർണ്ണ വെജിറ്റേറിയൻ ആഹാരവും അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇന്നത്തെ പൊങ്കാലയ്ക്ക് സമാനമായതാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ പിതാക്കന്മാരിൽ ചിലരെങ്കിലും ഓണത്തിന് ബോണസായി നൽകുന്നവകളെ വാങ്ങാറുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഓണം ആഘോഷിക്കാത്തത് കൊണ്ട്, ആ ആഘോഷത്തിന് നമ്മളുമായി ബന്ധമില്ലാത്തത് കൊണ്ട് അവകളെ തിരസ്കരിച്ചിരുന്നു. ഓണത്തിന് ഗവൺമെന്റ് നൽകുന്ന സ്പെഷ്യൽ കിറ്റുകളെയും നമുക്ക് ഓണാഘോഷമില്ല, അതുകൊണ്ട് ആ കിറ്റുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവഗണിച്ചിരുന്നു. അവകൾക്കെല്ലാം ഇന്ന് വ്യത്യാസം വന്നിരിക്കുന്നു. ആൾക്കാർ ഇതെല്ലാം സ്വീകരിക്കുന്ന തലത്തിലേക്ക് മാറിയിരിക്കുന്നു. ബോണസ് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് നൽകുന്ന സ്പെഷ്യൽ സാധനങ്ങളും സ്വീകരിക്കുന്ന സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നു. ഒരിക്കലും മലയാളി മുഴുവൻ അനുസരിച്ചിരിക്കേണ്ട, എല്ലാവരും ആഘോഷിച്ചിരിക്കേണ്ട നിർബന്ധമായ ഒരു ദേശീയ ഉത്സവമല്ല ഓണം എന്ന് പറയുന്നത്. ഓണം ഇവിടുത്തെ ഹൈന്ദവ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നത് തന്നെയാണ്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. വേർപാടാ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. പിന്നെ നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച. വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ കൂട്ടായ്മ. പിന്നെ ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. അടുത്തത് അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോ ഓഹരി. വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്താ ഓഹരി. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. പണ്ടൊരുത്തം അയച്ചു കൊടുത്തു, ദേവാലയങ്ങൾക്ക് വിഗ്രഹത്തോട് എന്തൊരു യോഗ്യത. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്തോ ഒരു യോഗ്യത. പ്രസംഗിച്ച പുള്ളിക്കും തെറ്റില്ല. പുള്ളി പറഞ്ഞു എന്തൊരു യോഗ്യത. അടുത്ത വാക്യം, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അവരുടെ ഇടയിൽ നടക്കും, ഞാൻ അവർക്ക് ദൈവവും എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഞാൻ നടക്കുമെന്നാ ദൈവം പറയുന്നത്. എല്ലാവരുടെ ഇടയിലൊന്നും ദൈവം നടക്കില്ല. കുടത്തി കിടക്കുന്നവരുടെ ഇടയിൽ കൂടെ ദൈവം നടക്കുന്നത്. വേർപാട് വിശുദ്ധിക്ക് കാത്തു പാലിക്കുന്നവന്റെ ഇടയിൽ കൂടി ഞാൻ അവർക്ക് ദൈവവും ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിനെന്ന് കർത്താവ് വേർപാട് പാലിക്കണം. നീ അവരുടെ അടുത്ത് കസാര ഇട്ടുകൊണ്ട് സോറ പറഞ്ഞിരിക്കരുതെന്നാ നാടൻ ഭാഷ നീ പറയുന്നത്. ഓണക്കളിക്ക് നീ പോയിരിക്കുക, കളിക്കുന്നില്ലെങ്കിലും പോയിരിക്കുക. എന്നിട്ട് പാടുക, എന്നാ തുമ്പി തുള്ളാത്ത എച്ചി തുമ്പി തുള്ളാത്ത
പാടിക്കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? ആ, അശുദ്ധമായതൊന്നും തുടരുത്. സ്തോത്രം. വേർപാട് പാലിക്കണം. മനസ്സിലാകുന്നുണ്ടോ? കളിക്കാനൊന്നും പോകുന്നില്ലെങ്കിൽ എന്നതാണ് അവന്റെ പെന്തിക്കോസ്. വായിച്ച മോളെ. അശുദ്ധമായതൊന്നും തുടരുത്. അശുദ്ധമായതൊന്നും തുടരുത്. വേർപാട് പാലിക്കണം. അശുദ്ധമായതൊന്നും തുടരുത്. പിന്നെ എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും. അങ്ങനെ വേർപാട് പാലിച്ചെങ്കിലേ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എനിക്ക് മക്കളും ആകുള്ളൂ. ആമേൻ. അല്ല, ഞാൻ പെന്തിക്കോസാ, പാസ്റ്ററുടെ മോനാ, പാസ്റ്ററുടെ മോളാ, എന്റെ വല്യപ്പൻ പാസ്റ്ററാ, ഞങ്ങൾ കുടുംബക്കാരാ എന്ന് ഇവിടേക്കുന്ന കേസല്ല. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ, ഇനി ഓണക്കളിക്കൊന്നും പോകരുത്, ക്ലബിലെ പരിപാടിക്കൊന്നും പോകരുത്, വടംവലിക്കൊന്നും, നമുക്ക് തവയ്ക്കാത്ത വടംവലിയുണ്ട്, പിന്നെ വെളിയിൽ പോയി വലിക്കേണ്ട കാര്യമൊന്നും. നിങ്ങൾ ദിവസങ്ങളും പ്രമാണിക്കുന്നു. അത് തെറ്റായിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. നിങ്ങളിപ്പോൾ അതൊക്കെ ആചരിക്കുന്നു. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, സപ്തതി, ഷഷ്ടി, വിവാഹത്തിൻ്റെ 50-ാം വാർഷികം, വിവാഹ വാർഷികം. ഇപ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരത്തെ എഡീഷനിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പത്തനംതിട്ട, കോട്ടയം എഡീഷനിലൊക്കെ മനോരമയിൽ ഇപ്പോൾ പെന്തിക്കോസുകാർ ചരമവാർഷികം കൊടുക്കാൻ തുടങ്ങി. ഇവിടെ വല്ലതും വന്നെന്ന് അറിയത്തില്ല. അത് ഒരു ചെറിയ പേരഗതി. സ്വർഗത്തിലെ 1-ാം പിറന്നാൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നിങ്ങൾ വല്ലതും വായിച്ചിട്ടുണ്ടോ? ഇവിടെ തിരുവനന്തപുരം എഡീഷനിലുണ്ടോ? അപ്പോൾ പിന്നെ യോഗശാബാത്ത് വാതാവോടെ സംസാരിച്ച പോലെ എൻ്റെ ജനവും നിൻ്റെ ജനവും ഞാനും നീ ഒരുപോലെ ഇരിക്കുന്നു. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ, ദൈവം ആരാണെന്ന് അറിയാതെ അന്ധകാരത്തിന്റെ കുടിയിൽ കിടന്ന എന്നെയും നിങ്ങളെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം രക്ഷിച്ചു. ഇപ്പോൾ നാം ഒരു ദൈവവൈദ്യരായി തീർന്നിരിക്കുക. ഉള്ള വിരുന്നിനെല്ലാം പോയി നല്ല പെരുക്കിയ ഞായറാഴ്ച വന്നിരിക്കുക. മോവാബിരുമായിട്ട് ഇടകലർന്നു. അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. ഇവർ പോയി ഭക്ഷിച്ചു. ഭക്ഷിക്കുക മാത്രമാണോ, അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. അന്യാരാധന. ആരാധിക്കേണ്ടത് യേശുവിനെയാണ്. യേശുക്രിസ്തുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു സഭയ്ക്കകത്ത് നിൽക്കണമെങ്കിൽ അവൻ സഭ ബിലയാമന്റെ ഉപദേശത്തോട് വിട പറയണം. എല്ലാം കഴിക്കാനും എല്ലാം കുടിക്കാനും എല്ലായിടത്തും കൂടാനും എല്ലാം പാടാനും എല്ലാത്തിനും ആടാനും എല്ലാത്തിനും കൂടാൻ ദൈവമക്കൾക്ക് പ്രമാണമില്ല. ഇനിയും പെന്തക്കോസിലെ പാസ്റ്റർമാരുടെ ഇത്ര വെറുപ്പും കോപവും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വിളിച്ചു പറയുന്ന സത്യങ്ങളും വചനത്തിൻ്റെ ആഴങ്ങളും ഒക്കെ ഭോഷ്കാന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്നില്ല എങ്കിൽ, കുറഞ്ഞ പക്ഷം ഹിന്ദു പുരോഹിതൻ പറയുന്നതെങ്കിലും നിങ്ങൾ ഒന്ന് കേട്ട് മനസ്സിലാക്കുക. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? ഭാഗവതത്തിൽ ഈ പറയണേ അഷ്ടമസ്കന്ധാണല്ലോ പറയുന്നത്. ഈ അഷ്ടമസ്കന്ധത്തിലാണ് ഇതിന്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും, ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മ ദക്ഷിണം. ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം. ശ്രോണ എന്നതിന് പറയുക. ശ്രോണയാണ് ഈ ഓണായത്. ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തമുണ്ട്, വിശിഷ്ട മുഹൂർത്തം. ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പോൾ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? ഓണായിട്ട്. അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച് പൂജ കഴിച്ച് ആരാധിക്കില്ലേ? നിത്യത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്താ അരിമാവുകൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കി. സാധാരണ മണ്ണോണ്ടാണ് പതിവ്. മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പനോ തൃച്ചംബരത്തപ്പനോ ഒന്നും പറയില്ല. എന്താ പറയുക? തൃക്കാക്കരയപ്പൻ. ആരേ തൃക്കാക്കരയപ്പൻ? ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാലേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കണം ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ്. ഈ വാമനാവതാരം ഉണ്ടായ ദിവസമായതുകൊണ്ട് വാമനം ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ കൊണ്ടാടില്ലേ, നമ്മൾ നല്ല ഗംഭീരമായിട്ട് കൊണ്ടാടണല്ലേ? അതുപോലെ കൊണ്ടാടുന്ന ദിവസമാണ് ആര്? ഈ ഓണം. അത് 5 ദിവസം മുമ്പേ തുടങ്ങും ഭഗവാനെ. പ്രാധാന്യം കൊണ്ടേ അതാണ് ഈ ഭഗവാനെ പൂജിക്കുന്നതിന്റെ പ്രത്യേകത. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ നാട്ടിൽ ഈ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞു വിളമ്പുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയൊക്കെ വായിച്ച അർത്ഥം, പ്രധാനപ്പെട്ട എല്ലാ ശ്ലോകങ്ങളും ചൊല്ലിയിട്ട് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഭഗവാൻ വാമനമൂർത്തി രാജാവിന്റെ തലയിൽ കാല് വെച്ചു എന്ന് ആരെങ്കിലും കേട്ടോ? ചവിട്ടിന്നോ താഴ്ത്തിന്നോ കേട്ടോ? നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ട് ധരിച്ച വിഡ്ഢിത്തല്ലേ ഈ ചവിട്ടി താഴ്ത്തി പാതാളത്തിൽ. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് സമ്മതിച്ചു തരുവാൻ ബുദ്ധിമുട്ടാണോ? എങ്കിൽ ഈ സത്യം അറിഞ്ഞുകൊള്ളുക, എല്ലാറ്റിനും ഒരു അവസാനമുണ്ട്. മരണശേഷം ഇതിനൊക്കെയും ഒരു കാര്യം, ഒരു വിധി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുക. ഒരിക്കലും ഒരു തീരുമാനം എടുത്ത് ചാടിയെടുക്കരുത്. എങ്കിൽ പിന്നെ ആഘോഷിച്ചേക്കാം എന്ന് പറയണ്ട, എങ്കിൽ പിന്നെ ആഘോഷിക്കുന്നില്ല എന്നും പറയണ്ട. നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക, നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഇതല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. നമ്മളായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക. നമ്മളായിട്ട് അന്വേഷണം ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഏത് റൂട്ടിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, അവിടെ നമുക്ക് അതിനുള്ള ഒരു മറുപടി വെച്ചിട്ടുണ്ടാകും. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളുടെ ജീവിതം ഒരു സ്വർഗം ലക്ഷ്യം വെച്ചുള്ള ഒരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിൽ നമ്മൾ ഞാൻ ഒരു 8 വർഷം മുമ്പാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞാനായിട്ട് ഇത് വേണ്ടെന്ന് വെച്ച് എനിക്ക് ഈ ആഘോഷം വേണ്ട എന്ന് ഞാൻ തീരുമാനമെടുത്തു. എന്നാൽ എൻ്റെ ഈ തീരുമാനം കൊണ്ട്
ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഈ ഒരു തീരുമാനം കൊണ്ട് ഒരിക്കലും എൻ്റെ ഹൈന്ദവ സുഹൃത്തുക്കൾക്കോ എൻ്റെ ഇസ്ലാം സുഹൃത്തുക്കൾക്കോ ഞാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. ഞാൻ അവരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ഇരിക്കുകയും അവരോടൊപ്പം നടക്കുകയും അവരെ സ്നേഹം പങ്കുവയ്ക്കുന്ന യാതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് എന്ന് പറയുന്നത് ഒരു തിന്മയുടെ ആശയം തന്നെയാണ്.